വിശാലേ, ഞാനേ ഈ നടേശൻ സാറിനെ ഒന്ന് ചട്ടം പഠിപ്പിക്കുമായിരുന്നു. നമ്മുടെ സിദ്ധാർത്ഥന്റെ അപ്രഖ്യാപിത അമ്മായിയപ്പനാണ്. അറിയാം. എന്തിനാ ഡോക്ടറോട് കൺസൾട്ടിങ്ങിന് ഇയാൾ വന്നിരിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാടാ? ഒറ്റ പേര്, വിശാൽ. ഡോക്ടർ നിരഞ്ജന്റെ ഒരു വെൽവിഷറെന്നോ ബന്ധുവെന്നോ കൂട്ടാം. ഇതേ നടേശനും നിരഞ്ജനും തമ്മിലുള്ള ഇടപാടാ. 50 ലക്ഷത്തിന്റെ 1/2 കോടി രൂപയുടെ ഇടപാട്. കാണാതായ ചെക്കിന്റെ കേസേ നടേശൻ സാർ അങ്ങ് ഏറ്റെടുത്തു. വിശാല് കാര്യം വെക്കണ്ട. ഓ, മര്യാദയ്ക്ക് ഞാൻ പറയുക ഡോക്ടറെ, ആ കാശ് തിരികെ വേണം. നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ സിദ്ധാർത്ഥന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ ആ ജോലി എന്നെ ഏൽപ്പിച്ചത്. ആ കാശ് ഞാൻ തരാം. എന്തിന്? പഴയ പോലീസിന്റെ ഗുണ്ടാപ്പീസ് കണ്ടിട്ടാണോ? നടേശൻ സാറേ, മുച്ചീട്ട് കളിക്കാരനെയോ മുക്കാൽ ചക്രത്തിന്റെ ഗുണ്ടയോ വരട്ടുന്ന നമ്പറും കൊണ്ട് നിരഞ്ജന്റെ വഴി വിലങ്ങാൻ വരരുത്. വന്നാ സാറിന് ഞാൻ ഇവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യും ഗോവയിലേക്ക്. എന്നിട്ട് അവിടെ നടുക്കടലില് സ്കൂബ ഡൈവിംഗ് കോഴ്സിന് ചേർക്കും. പക്ഷെ ചെറിയൊരു ഭേദഗതിയുണ്ട്. ഓക്സിജൻ സിലിണ്ടർ തരത്തില്ല. ചോരയിൽ കുതിർന്ന കാക്കി ഒരുപാട് കണ്ടിട്ടുള്ളവനാ സാറേ ഞാൻ. ഒരുപാട് തുപ്പികൾ കടലിൽ ഒഴുകുന്നതും കണ്ടിട്ടുണ്ട്, ഒഴുക്കിയിട്ടുമുണ്ട്. പണ്ട് ഡോക്ടർ നിരഞ്ജൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ അതല്ല. എനിക്ക് ദാനം തന്ന കുറച്ച് ചോരയുടെ കടപ്പാടുണ്ട്.